Hi students, good morning. Today I discussing about chapter 7 alternating current part 3. Okay, ഇനി പാർട്ട് 3 എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ഓൺലി പഠിച്ചു. അത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നും അതേപോലെ പഠിക്കേണ്ട AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. AC സർക്യൂട്ടിൽ കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്താൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നതിനെക്കുറിച്ച്, എന്തെല്ലാം മാറ്റങ്ങളാണ്, വോൾട്ടേജ് എങ്ങനെയാണ്, കറണ്ട് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചിട്ട് ആ ഡയഗ്രാം, ഫേസർ ഡയഗ്രാം, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ AC സർക്യൂട്ടിൽ ഇൻഡക്ടർ കണക്ട് ചെയ്താൽ അവിടെ എന്തെല്ലാം ഉണ്ടാകുന്നത്, വോൾട്ടേജ് എങ്ങനെയായിരിക്കും, കറണ്ട് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ആംഗിളും റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് ഫേസർ ഡയഗ്രാം. അപ്പോൾ വോൾട്ടേജ് എല്ലാം റെപ്രസെൻ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ഇതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ AC സർക്യൂട്ട് കണ്ടെയ്നിങ് വെരി ഇമ്പോർട്ടൻ്റ്. AC സർക്യൂട്ട് കണ്ടെയ്നിങ് AC സർക്യൂട്ട് കണ്ടെയ്നിങ് capacitor only, capacitor only, capacitor only. യെസ്, അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാം, AC വോൾട്ടേജ് അപ്ലൈഡ് ടു, അല്ലെ AC വോൾട്ടേജ് അപ്ലൈഡ് ടു, വോൾട്ടേജ് അപ്ലൈഡ് ടു കപ്പാസിറ്റർ, അപ്ലൈഡ് ടു കപ്പാസിറ്റർ, അപ്ലൈഡ് ടു കപ്പാസിറ്റർ. ഓക്കെ, ഇങ്ങനെയും പറയാം അല്ലേ? ഓക്കെ, അങ്ങനെയും പറയാം. യെസ്, AC സർക്യൂട്ട് റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഉള്ളി എന്ന് പറഞ്ഞാൽ AC സർക്യൂട്ട് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമ്മൾ പഠിച്ചല്ലോ, ഇതും പഠിച്ച്, ഇത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ AC സർക്യൂട്ട് കണക്ട് ചെയ്യാം, ബാറ്ററി അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇതാണ് കപ്പാസിറ്റർ. ഇതിൽ എന്താ ബാറ്ററിയാണ്, ഇവിടുന്ന് വോൾട്ടേജ് ഉണ്ടാവും, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ, ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ, ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് പറയുകയാണെങ്കിൽ V=V0 sin ωt ആണ്. സർക്യൂട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് V=V0 sin ωt. ഇതിങ്ങനെ വരക്കാം. എങ്ങനെ? കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യാം, AC സോഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതേപോലെ ഇവിടുത്തെ വോൾട്ടേജ് V=V0 sin ωt. ഇത് കപ്പാസിറ്റൻസ്. ഓക്കെ, ഇങ്ങനെ. യെസ്, ഇതേപോലെ ഇതാണ് നമുക്ക് AC സർക്യൂട്ടിൽ AC വോൾട്ടേജ് അപ്ലൈ ടു കപ്പാസിറ്റർ, AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. AC സർക്യൂട്ടിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്ററിൻ്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഈ കപ്പാസിറ്റർ ഒന്നിന് ഒരു വയർ എടുത്തിട്ട് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ ഒരു വയർ എടുത്തിട്ട് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കാം. അപ്പോൾ സർക്യൂട്ട് എന്തായി, ക്ലോസ് ആയി. അതേപോലെ ഡയഗ്രാം കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒരു വയർ എടുത്ത് സോഴ്സിലേക്ക് കൊടുത്ത്, സെക്കൻഡ് എൻ്റെ വയർ എടുത്ത് സോഴ്സിലേക്ക് കൊടുത്തു. അപ്പോൾ ഇത് വരക്കുക അല്ലെങ്കിൽ ഇത് വരക്കുക, ഏത് വരച്ചാൽ പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പറയണം, ഇവിടുന്ന് ഒരു കണക്ഷൻ വയർ എടുത്തിട്ട് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? അല്ല, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഏത് മുഖേന? കപ്പാസിറ്റർ മുഖേന. അത് ഞങ്ങൾക്ക് പറയണം. അങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ ഈ സർക്യൂട്ടിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും, ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. അതിനുശേഷം ഇങ്ങനെ ഇവിടെ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തും. ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഉപകരണമാണ് കപ്പാസിറ്റർ എന്നറിയാം. ചാർജ് ഇവിടെ എത്തും. അങ്ങനെ ചാർജ് ഇവിടെ എത്തുമ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഈ എൻഡിനും ഇടയിൽ എന്തുണ്ടാവും, വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഉണ്ടാവും, ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്, ഈക്വലാണ്. അപ്പോൾ ഈക്വൽ ആക്കുമ്പോൾ അവിടുത്തെ കറണ്ട് കിട്ടും, ആ കറണ്ടാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ആൾട്ടർനേറ്റ് വോൾട്ടേജ് ആണ്, ആൾട്ടർനേറ്റ് കറണ്ട് ആണ്. ഇങ്ങനെ കൺസിഡർ എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു ദി ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് EMF V=V0 sin ωt ത്രൂ ദി കപ്പാസിറ്റർ. ഓക്കെ, consider a conductor is connected to the alternative source of EMF V=V0 sin ωt through the capacitor.
എന്താ ഒരു കണ്ടക്ടർ എടുത്ത് ആൾട്ടർനേറ്റീവ് സോഴ്സായ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കും? V0 sin omega t. അങ്ങനെ കണക്ട് ചെയ്ത് ഏത് കൂടി കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ അവിടെ എന്തുണ്ടാവും? ഇവിടെ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട് എന്തായിരിക്കും അല്ലേ? ആ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇവിടെയും വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജും ഈക്വൽ ആണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ വീണ്ടും consider a conductor is connected to the alternating source of EMF V0 sin omega t. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ to the capacitor C. Then voltage across the circuit, across the battery voltage കാണുമ്പോൾ V is equal to V0 sin omega t. ഇതാണ് ദിസ് നമ്പർ 1. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ്. Then voltage across the capacitor. Voltage across the capacitor V is equal to Q by C. അറിയില്ലേ? C is equal to Q by V എന്ന് വെച്ചപ്പോൾ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഇതാണ്. ഇനി ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എന്താ? V is equal to Q by C ആണ്. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. ദീസ് ടു വോൾട്ടേജസ് ആർ സെയിം. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. അപ്പോൾ 2 എടുത്തിട്ട് എന്ത് ചെയ്യുക? 1 കൊടുക്കുക. 2 എടുത്ത് 1 കൊടുക്കുക. അപ്പോൾ Q by C ഈസ് ഈക്വൽ ടു എന്ത് വരും? V0 sin omega t എന്ന് വരും. ഓക്കെ, can you understand? You can find out Q. Q is the charge. ചാർജ് ഫ്ലോ ചെയ്യുന്ന ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഉപകരണമാണ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് ചാർജ് ഉണ്ടാകും, ചാർജ് ഉണ്ട്, കറണ്ട് ഉണ്ടാവും. ഓക്കെ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് Q. Q ഈസ് ഈക്വൽ ടു, അപ്പോൾ C ഇങ്ങോട്ട് വരും, CV0 sin omega t. ഓക്കെ, ഇതാണ് ചാർജ്. ദിസ് നമ്പർ 3 എന്ന് കൊടുക്കാം. ഇനി ചാർജ് ഉണ്ടായാൽ കറണ്ട് ഉണ്ടാവും. കറണ്ട് കാണാൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, I ഈസ് ഈക്വൽ ടു dq by dt അല്ലേ? കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈമാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്, ടൈം എന്ന് പറഞ്ഞാൽ T ആണ്. അപ്പോൾ dq എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ചാർജ്, dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം. ദിസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് 3 in 4. 3 എടുത്തിട്ട് 4 കൊടുക്കുക. ഇവിടെ Qൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ I ഈസ് ഈക്വൽ ടു d by dt ഇൻറ്റു Qൻ്റെ സ്ഥാനത്ത് CV0 sin omega t എന്ന് വരും. ഓക്കെ, C is the capacitance, V is the maximum voltage taken outside. അപ്പോൾ എന്ത് വരും? ഇവിടെ നോക്കുക, I is equal to CV0 into d by dt into sin omega t അല്ലേ? ഈ sin omega t ഡിഫറൻറ്റിയേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നു നോക്കുക. സൈൻ ഒമേഗാത്തെ ഡിഫറൻറ്റിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സൈൻ ഒമേഗാറ്റ ഡിഫറൻറ്റിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ടി ആണ്. ഇത് ഡി ബൈ ഡി ടി ഇൻറ്റു സൈൻ ഒമേഗ ടി. മാത്സിൽ പഠിക്കുന്നുണ്ടാവും സൈൻ ഒമേഗ ഡി ബൈ ഡി ടി ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടിയെ ഡിഫറൻറ്റിയേറ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താണ്? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു CV0 cos omega t into omega t into omega. Then rearrangement ചെയ്യുക. ഇക്വേഷൻ I is equal to C ഇപ്പം അല്ലേ? അപ്പം എന്താ? C omega C എന്തൊരു V0 sin omega t cos omega t എന്ന് വരും. cos omega t. ഓക്കെ, ഇതാണ് cos omega t വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നോക്കാം. ഇപ്പോൾ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും, ഇവനൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ചെയ്യാം. നമ്മളിത് കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് നിങ്ങളിങ്ങനെ പഠിച്ചിട്ട് XC ഈസ് ഇക്വൽ ടു 1/ωc അല്ലേ? കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് പഠിച്ചിട്ടുണ്ടാവില്ലേ? ഈ ഫോമിലേക്ക് മാറ്റണം. എന്താ? കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി കപ്പാസിറ്റർ. കപ്പാസിറ്റർ ചാർജ് പോകുമ്പോൾ ചാർജിനെ തടുത്ത് നിർത്തും, കുറക്കും. അപ്പോൾ കറണ്ട് കുറയും. ആ കറണ്ട് ചാർജ് കുറയുന്ന ഇതാണ് കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ്. ഈ കപ്പാസിറ്റർ കൂടി ചാർജോ കറണ്ടോ പോകുന്ന സമയത്ത് അത് കറണ്ട് കുറക്കുന്ന ഇതാണ് എന്ത്? കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ്. ഇനി നമുക്ക് അതുപോലെ ഈ 1/ωc എന്ന് എഴുതിയാൽ പോലെ 1/ωc മോഡൽ എഴുതണം. അപ്പോൾ I is equal to the 1 divided by 1/ωc into V0 cos omega t എന്ന് വരും. ഓക്കെ, ഇനി ഇപ്പോൾ ഒമേഗ സി ഇവിടെ വരുമ്പോൾ ഇതേപോലെ അല്ലേ ഈ ഫോമിലേക്ക് വന്നു അല്ലേ?
ഇത് ഈ മോഡലാക്കാണ്, കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസിൻ്റെ മോഡലാക്കിയതാണ്. 1/ωc എന്ന് പറഞ്ഞാൽ എക്സ് സീസുകൾ 1/ωc അല്ലേ. ഇനി നമ്മൾ 1/ωc എന്താവും ഇവിടെ വരുമ്പോൾ ഈ മോഡലായി. ഓക്കെ, നെക്സ്റ്റ് ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും. കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ഒമേഗ ടി പ്ലസ് π/2 അല്ലേ. π/2 എന്ന് പറഞ്ഞാൽ 90 അല്ലേ. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തീറ്റ. അപ്പോൾ ഒമേഗ ടി പ്ലസ് π/2 അല്ലേ. ഇങ്ങനെ പറയാം. അപ്പോൾ സൈൻ π/2 പ്ലസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തെറ്റില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് π/2 അല്ലേ. അപ്പോൾ എന്ത് വരും, അടുത്ത സ്റ്റെപ്പിൽ എഴുതുമ്പോൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്താ വരും നോക്കാം. യെസ്, എന്താ I is equal to 1/ωc into V0 sin omega π/2 plus omega t. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഒമേഗ ടി പ്ലസ് π/2. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, I is equal to 1/1/ωc V0 sin of omega t plus π/2 എന്നും വരാം, തെറ്റൊന്നുമില്ല. യെസ്, ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം നോക്കാം. ഇനി 1/ωc ഇതിലെ ദിസ് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കുക, 7 ആവാം, 6 എത്ര കൊടുക്കും. ഓക്കെ, ഇനി ഇഫ് ദി ആംഗിൾ ഈസ് 90 ഡിഗ്രി അങ്ങനെ ആംഗിൾ 90 ഡിഗ്രിയിലാക്കുമ്പോൾ ഇ എം എഫ് ബിക്കംസ് മാക്സിമം, therefore current also maximum. ഇപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് π/2 ഈസ് ഇക്വൽ ടു സൈൻ 90 എന്നാണ്. 90 ഡിഗ്രി അല്ലേ, 90. അപ്പോൾ സൈൻ 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇത് 90 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇഫ് ദി ആംഗിൾ ഈസ് 90 ഡിഗ്രിയാണ് മാക്സിമമായി. അപ്പോൾ മാക്സിമം അല്ലേ, മാക്സിമം നമ്മൾ ഫേസിൽ ഡയഗ്രത്തിൽ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 90 ആയി അല്ലേ, മേലെ പൊന്ന് 90 ആയി, താഴെ വരുമ്പോൾ 180 ആയി. അപ്പോൾ ഇവിടം വരെയുള്ള മാക്സിമമാണ് 90. അപ്പോൾ ഇഫ് ദി ആംഗിൾ ഈസ് 90 ഡിഗ്രി, therefore sin omega t plus π/2 sin 90 is equal to 1 plus sin 90 is omega t plus π/2 എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ sin 90 is equal to 1 അല്ലേ. അപ്പോൾ 1 ആകുമ്പോൾ എന്താണ്, അപ്പോൾ ആംഗിൾ 90 ആകുമ്പോൾ എന്താ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ബിക്കംസ് മാക്സിമം. അപ്പോൾ അങ്ങനെ മാക്സിമം ഇത് 90 ആകുമ്പോൾ I0 ആയി, മാക്സിമമായി 1/1/ωc V0 സൈൻ ഓഫ് ഒമേഗ ടി π/2 എന്ന് പറഞ്ഞാൽ സൈൻ 90. നെക്സ്റ്റ് I0 ഈസ് ഇക്വൽ ടു V0/1/ωc into 1. Therefore I0 is equal to V0/1/ωc. This equation number 7 നോക്കാം. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് 7 in 6 അല്ലേ, 7 in 6 കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, 7 in 6 എന്ന് പറയുമ്പോൾ I0 is equal to ഈ V0/1/ωc എത്രയാണ്, എന്താ I0. അപ്പോൾ I0 ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് π/2 അപ്പോൾ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് π/2. ഇതാണ് കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ ദി AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. അതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. പിന്നെ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V0 സൈൻ ഒമേഗ ടി. അന്നത്തെ ഇല്ലേ, V0 സൈൻ ഒമേഗ ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒമേഗ ടി പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ലീഡ്സ് കൂടുകയാണ്, കറണ്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ ദിസ് ഷോസ് ദാറ്റ് വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആകുന്ന സമയത്ത് കറണ്ട് എന്താകുന്നത്, I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. ദിസ് ഷോസ് ദാറ്റ് AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി,
കറണ്ട് ലീവ്സ് ദി വോൾട്ടേജ് അറ്റ് എ ഫേസ് ആംഗിൾ ഓഫ് π/2 അല്ലേ. അതായത് വോൾട്ടേജിന് കൂടുതലായിരിക്കും കറണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ കറണ്ട് കൂടുന്ന സമയത്ത് അതിൻ്റെ ഫേസർ ഡയഗ്രാം വരക്കണം. ഫേസർ ഡയഗ്രാം ഓക്കെ. ഫേസർ ഡയഗ്രാം എന്ന വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് V=V0 sin ωt അല്ലേ. ഫേസർ ഡയഗ്രാം വരക്കുമ്പോൾ ഇതേപോലെ വരക്കുക. ഇത് വോൾട്ടേജ് സെയിം മറ്റൊന്നുമില്ല. ഇതാണ് വി ഡോട്ട് എന്താ ഡാർക്ക് ലൈൻ റെപ്രസെൻറ്റ്സ് വോൾട്ടേജ് V=V0 sin ωt. ഇനി ഇവിടെ എന്താ കൂടി കറണ്ട് കൂടി. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഈ കാണിക്കുന്ന നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ കറണ്ട് കൂടിയതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്താ I=I0 sin of ωt plus π/2 t plus π/2. അപ്പോൾ ഇത് ഷോസ് ദാറ്റ് കറണ്ട് ലീവ്സ് ദി വോൾട്ടേജിനേക്കാൾ കറണ്ട് കൂടുന്നു. AC സർക്യൂട്ടിൽ കപ്പാസിറ്റർ മാത്രം വെച്ചാൽ വോൾട്ടേജിനേക്കാൾ കറണ്ട് കൂടുന്നു എന്നാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, യെസ് സർ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് AC സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്റ്റർ ഓൺലി. കെൻ അണ്ടർസ്റ്റാൻഡ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ, മനസ്സിലായിട്ടില്ല പറയണം. ഓക്കെ, അപ്പോൾ ഫേസർ ഡയഗ്രാം വരച്ച്. ഓക്കെ, the phasor diagram is a diagram which represents to determine voltage, current and angle. ആംഗിളും എന്താണ്, ആംഗിളും കറണ്ടും വോൾട്ടേജും സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് ഫേസർ ഡയഗ്രാം. AC സർക്യൂട്ടിൽ വോൾട്ടേജ് റെസിസ്റ്റൻസ് മാത്രം കണക്ട് ചെയ്താൽ അവിടെ വോൾട്ടേജും ഉണ്ടാവും, കറണ്ടും ഉണ്ടാവും. ആ കറണ്ടും വോൾട്ടേജ് സൂചിപ്പിക്കുന്നു. അതുപോലെ AC സർക്യൂട്ടിൽ കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്താൽ അവിടെ കറണ്ടും ഉണ്ടാവും, വോൾട്ടേജ്. ആ കറണ്ടും വോൾട്ടേജും എന്തായിരിക്കും, വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും കറണ്ട്. അതാണ് കറണ്ട് ലീഡ്സ് എന്ന് പറയുന്നത്. AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ഓൺലി എന്താണ്, വോൾട്ടേജും കറണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെ വരാം. സോ ദാറ്റ് AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഓൺലി, കറണ്ട് ലീവ്സ് ദി വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2 എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലിയാണ്. നേരത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം. ഇത് സോ ദാറ്റ് AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ഓൺലി, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ് അറ്റ് എൻ ആംഗിൾ ഓഫ് π/2 അല്ലേ. AC സർക്യൂട്ട് റെസിസ്റ്റൻസ് മാത്രം കണക്ട് ചെയ്താൽ വോൾട്ടേജും കറണ്ടും സെയിം ആണ്. AC സർക്യൂട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ എന്താണ്, വോൾട്ടേജിനേക്കാൾ കറണ്ട് കൂടുതലായിരിക്കും എന്നാണ് ഇതിൽ കൂടി ഞങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, യെസ് സർ. ഇനി അടുത്തത് AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി അല്ല, ഇൻഡക്റ്റർ ഓൺലി. ഓർ എന്താ പറയാം, ഓർ AC വോൾട്ടേജ് അപ്ലൈഡ് ടു ഇൻഡക്റ്റർ ഓൺലി. ഓക്കെ, ഇൻഡക്റ്റർ ഓൺലി ഇങ്ങനെ വരാം ഈ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി അല്ലെ, AC സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്റ്റർ. ഓക്കെ, AC സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്റ്റർ ഓൺലി എന്ന് പറയാം. അല്ലെ AC സർക്യൂട്ട് അല്ലെ AC വോൾട്ടേജ് അപ്ലൈ ടു ഇൻഡക്റ്റർ. ഓക്കെ, ഇൻഡക്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതാണ് ഇൻഡക്റ്റർ. ഇൻഡക്റ്റൻസ് ആണ് L അല്ലേ. ഇനി ഇവിടുന്ന് ഒരു വയറത്ത് ബാറ്ററിയുടെ പോസിറ്റീവിൽ കൊടുക്കാം, ബാറ്ററിയുടെ നെഗറ്റീവ് എന്നൊരു വയറത്ത് ഇൻഡക്റ്റർ സെക്കൻഡ് തന്നെ കൊടുക്കാം. ഇവിടെ വോൾട്ടേജ് V=V0 sin ωt. ഇത് ബാറ്ററി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണെന്ന് അർത്ഥം. യെസ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് കറണ്ട് ഇങ്ങനെ പോകും, കറണ്ട് ഇവിടെ എത്തും. കറണ്ട് ഇൻഡക്റ്റർ ഈസ് എ കോയിൽ whose resistance is negligible. വളരെ ചെറിയ റെസിസ്റ്റൻസ് ഉള്ള ഒരു കോയിലാണ് ഇൻഡക്റ്റർ. അപ്പോൾ ഇൻഡക്റ്ററിന് കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട് അല്ലേ, പ്രതിരോധിക്കാനുള്ള കഴിവ് കുറവാണ്. അതാണ്
ഇതേപോലെ വരയ്ക്കാം. ഇത് ഇൻഡക്ടറാണ്. The voltage V is equal to V0 sin omega t. ഇതാണ്. ഓക്കെ, ഇതുപോലെ വരച്ചില്ലേ ഇതുപോലെയും വരക്കാം, പ്രശ്നമൊന്നുമില്ല അല്ലേ. ഇതിൽ നമുക്ക് പറയുന്നത് നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ. കൺസിഡർ എ കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു ദി ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് EMF V is equal to V0 sin omega t ത്രൂ ദി ഇൻഡക്ടർ L എന്നർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താ? ഇൻഡക്ടറിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാം. ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് ഒരു വയർ എടുത്തിട്ട് ഇൻഡക്ടറിൻ്റെ സെക്കൻഡ് എൻഡായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സർക്യൂട്ട് എന്തായി? ക്ലോസ് ആയി. അങ്ങനെ ക്ലോസ് ആകുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഇവിടുത്തെ വോൾട്ടേജ് നിങ്ങൾക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് പഠിക്കുന്നുണ്ടാവും അല്ലേ. ഈ സ്കൃത്യ L/di/dt ഓർമ്മ ഇടാം. അതേപോലെ അപ്പോൾ ഇവിടെ എന്തെങ്കിലും V സ്കൃത്യ L/di/dt. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ പോലെ V എന്ന് ഉപയോഗിക്കും വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഈക്വൽ ആകുമ്പോൾ കിട്ടും. നേരത്തെ രണ്ടെണ്ണം ചെയ്ത് ഒന്ന് AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ഓൺലി ചെയ്തിട്ടുണ്ട്, അതുപോലെ AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി ചെയ്തിട്ട് അതേ മെത്തേഡ് തന്നെ, ഒരു മാറ്റവുമില്ല. ഇനി AC സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഓൺലി അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? കൺസിഡർ എ കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു ദി alternative source of EMF V is equal to V0 sin omega t through the inductor L. Then voltage produced in the circuit V is equal to V0 sin omega t. Okay, this is question number 1. then voltage across the ഇൻഡക്ടർ. വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ E is equal to നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. E is equal to L/di/dt പഠിച്ചിട്ടില്ലേ? ഇൻഡ്യൂസ് EMF ഏതിൽ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അതിന് പകരം ഈക്ക് പകരം ഇവിടെ V ആണ്. V is equal to ഈക്ക് പകരം എന്ത് കൊടുക്കുക? V കൊടുക്കുക. V വോൾട്ടേജ്. അത് E എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് EMF. അപ്പോൾ V is equal to L/di/dt. L/di/dt. ദിസ് is number 2. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഇതാണ്, V is equal to L/di/dt ആണ്. ഇവിടുത്തെ വോൾട്ടേജ് ഇതാണ്, V is equal to V0 sin omega t. These two voltages are equal. Therefore, substitute 2 in 1. 2 എടുത്ത് 1 കൊടുക്കാം. അപ്പോൾ വീണ്ടും സ്ഥാനത്ത് തരും L/di/dt is equal to V0 sin omega t. Okay? V0 sin omega t. To find out di, change in current. നമ്മൾ വോൾട്ടേജ് വേണ്ട, കറണ്ട് ആണ്ട്. ടു ഫൈൻഡ് ഔട്ട് ചേഞ്ച് ഇൻ കറണ്ട്. അപ്പോൾ L/di is equal to dt റൈറ്റിലേക്ക്. അപ്പോൾ V0 sin omega t into dt എന്ന് വരും. ഓക്കെ, next you can find out di from this equation. Then di is equal to V0 sin omega t dt by L. Okay. Yes, this is a change in current. In total current across the circuit, then I is equal to integral മുഴുവൻ. ഇവിടുന്ന് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ ടൈം 0 ആയിരിക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തുമ്പോഴുള്ള ടൈം ഫൈനൽ ടൈം T ആയിരിക്കും. എന്ന് പറഞ്ഞാൽ T എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടുത്തെ കറണ്ട് ഫ്ലോ ചെയ്യും, സർക്യൂട്ട് ക്ലോസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് ടൈം 0. ഇനി ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് ഒരു 15 സെക്കൻഡ് എടുത്തു കഴിഞ്ഞിട്ടോ. അപ്പോൾ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡ് ആണ്. ഓക്കെ, അത് DI എന്ന് എഴുതുക. ദിസ് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കുക? ഒരു 3 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് 3 in 4 3 എടുത്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ I is equal to integral 0 to T DIൻ്റെ സ്ഥാനത്ത് V0 by L sin omega t dt എന്ന് വരും. ഓക്കെ, V0 is the maximum voltage, L is the inductance that is constant taken outside. Then I is equal to V0 by L into integral 0 to T then sin omega t dt. Okay, sin omega t dt. ഇത് ഡിഫറൻറ്റിയേഷൻ വിത്ത് ഇൻറ്റഗ്രേഷനാണ്. സൈൻ ഒമേഗ ടീനെ ആദ്യം ഡിഫറൻറ്റിയേറ്റ് ചെയ്യുക, പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, പിന്നെ മൊത്തം ചേഞ്ച് ചെയ്യാൻ നിർത്തും. ഓക്കെ, നെക്സ്റ്റ്
ഇനി അടുത്ത് ചെയ്യുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു എന്താ വരിക V0/L. ഇത് ഇൻറ്റഗ്രേഷൻ വിത്ത് ഡിഫറൻറ്റേഷൻ എന്ന് പറയും. ഡിഫറൻഷൻ വിത്ത് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എന്താ വരിക? കോസ് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്നാണ്. ഇതാണ് ഇതിനെ ഡിഫറൻറ്റേറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇതാ കിട്ടിയ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ഐ ഈസ് ഈക്വൽ ടു മൈനസ് V0/L കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്ന് വരും. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. യെസ്, ഐ ഈസ് ഈക്വൽ ടു മൈനസ് V0/ഒമേഗ L എന്ന് വരും. ഒമേഗ ഇൻറ്റു L കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, ഇനി കോസ് ഒമേഗ ടി നേരത്തെ മാറ്റിയതുപോലെ മാറ്റിയോ ഓർമ്മ? കോസ് ഒമേഗ ടി മൈനസ് ടേം വരും, ഇങ്ങനെ വരും. കോസ് ഒമേഗ ടി ഈസിക്കൽ ടു എന്താണ്? കോസ് ഒമേഗ സൈൻ എന്താ വരിക? സൈൻ π/2 മൈനസ് ഒമേഗ ടി എന്ന് വരും. സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി എന്ന് വരും. സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ കോസ് ഒമേഗ ടി ഈസിക്കൽ ടു സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി. ഇതാണ് കോസ് ഒമേഗ ടിയുടെ വാല്യൂ. കോസ് ഒമേഗ ടി ഈസിക്കൽ ടു സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി. ഇനി ഇതിങ്ങനെ എഴുതുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു മൈനസ് V0/ഒമേഗ L കോസ് ഒമേഗ ടി സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി അല്ലേ? കോസ് ഒമേഗ ടി എന്ന് വരുമ്പോൾ ഇങ്ങനെ വരാൻ കാരണം ഇവിടെ മൈനസ് ടേം വന്നതുകൊണ്ടാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഇനി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവൂലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൈനസ് ഈ മൈനസ് നോക്കാം. യെസ്, എന്താ വരും നോക്കാം? ഐ ഈസ് ഈക്വൽ ടു മൈനസിനെ ടേം കൊണ്ട് വിളിച്ചാൽ V0/ഒമേഗ L സൈൻ ഓഫ് എന്താ? സൈൻ ഓഫ് മൈനസ് ഇൻറ്റു π/2 മൈനസ് π/2 then minus into minus plus omega t. Okay, next I is equal to V0/omega L sin of omega t minus π/2 വരും അല്ലേ? ഒമേഗ ടി പ്ലസ് π/2 ഒമേഗ ടി ഇവിടെ പിന്നെ മൈനസ് π/2 അല്ലേ? ഇതാണ് I0. എന്താ? I0 is equal to V0/omega L sin of ഒമേഗ ടി മൈനസ് π/2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഏതാ? ഇഫ് ദി ആംഗിൾ ഈസ് 90 ഡിഗ്രി, ഇഫ് ദി ആംഗിൾ ഈസ് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ യെസ്, സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2 ഈസിക്കൽ ടു സൈൻ 90 അല്ലേ? ഇഫ് ദി ആംഗിൾ ഈസ് 90 EMF is maximum, therefore induced current also maximum. 90 ആകുന്ന സമയം ആംഗിൾ 90 ആകുമ്പോൾ EMF മാക്സിമം ആയിരിക്കും, അതുപോലെ കറണ്ടും മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇതിനെ 90ലേക്ക് മാറ്റുമ്പോൾ ഐ എന്നുള്ളത് I0 ആകും, മാക്സിമം കറണ്ട് ആകും. നോക്കുക, ദിസ് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കുക? 6 or 7 എത്ര കൊടുക്കുക അല്ലേ? നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ ഇഫ് ദി ആംഗിൾ ഈസ് 90 കറണ്ട് ഈസ് മാക്സിമം ഓർ EMF ഈസ് മാക്സിമം. അപ്പോൾ ഐ എന്നുള്ളത് I0 എന്ന് വരും. ഈസിക്കൽ ടു V0/ഒമേഗ L എന്ന് വരും. സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് എന്ന് പറയുമ്പോൾ സൈൻ 90. ഓക്കെ, അപ്പോൾ എന്ത് വരും? I0 ഈസിക്കൽ ടു V0/ഒമേഗ L ഇൻറ്റു 1 അല്ലേ? ദെൻ I0 ഈസിക്കൽ ടു V0/ഒമേഗ L. ദിസ് നമ്പർ 7 കൊടുക്കുക. 7. നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം നോക്കാം. യെസ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ യെസ് സബ്സ്റ്റിറ്റ്യൂട്ട് 7 in 6. 7 in 6. സബ്സ്റ്റിറ്റ്യൂട്ട് 7 in 6. 7 എടുത്ത് 6 കൊടുക്കാം. എന്താണ്? V0/ഒമേഗ Lൻ്റെ സ്ഥാനത്ത് I0 എന്ന് കൊടുക്കാം. അപ്പോൾ I is equal to I0 ഇൻറ്റു the സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2 അല്ലേ? ഇതാണ് കേട്ടത് അല്ലേ? ഇതാണ് എന്ത്
അപ്പോൾ ഇത് ഒമേഗ ടി മൈനസ് 5 എന്ന് പറയുമ്പോൾ ഒമേഗ ടി മൈനസ് 5/2 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വോൾട്ടേജ് കുറയുന്ന, കറണ്ട് കുറയുന്നു. വോൾട്ടേജിനേക്കാൾ കറണ്ട് കുറയുന്നു. എങ്ങനെയാ? എ സി സർക്യൂട്ടിൽ ഇൻഡക്ടർ കണക്ട് ചെയ്താൽ വോൾട്ടേജിനേക്കാൾ കറണ്ട് കുറവാണ്. കപ്പാസിറ്റർ കണക്ട് ചെയ്ത വോൾട്ടേജിനാൽ കറണ്ട് കൂടുതലാണ്. അപ്പോൾ കറണ്ട് കുറവാണെന്ന് പറയുന്നത് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ്. അപ്പോൾ നമ്മൾ എ സി സർക്യൂട്ടിൽ ഇൻഡക്ടർ കണക്ട് ചെയ്താൽ വോൾട്ടേജിനേക്കാൾ കറണ്ട് കുറവായിരിക്കും എന്ന് ഈ ഇക്വേഷനിൽ കൂടി നമുക്ക് മനസ്സിലായി. ദിസ് ഇക്വേഷൻ ഗിവ്സ് ആൾട്ടർനേറ്റ് കറണ്ട് ഇൻ ദി എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഓൺലി. അല്ലേ? ഇതാണ് നമുക്ക് മനസ്സിലായത്. ദിസ് ഷോസ് ദാറ്റ് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഓൺലി കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ 5/2. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ? കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് എന്ന് അല്ലെ? കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ്. വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും കറണ്ട് എന്നാണ് ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടുത്തെ വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി. കറണ്ട് എന്താണ്? I0 സൈൻ ഒമേഗ ടി മൈനസ് 5/2 ആണ്. ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കണം. ഫേസർ ഡയഗ്രാം ഇസ് എ ഡയഗ്രാം വിച്ച് റെപ്രസെൻറ്റ്സ് വോൾട്ടേജ്, കറണ്ട്, ഓക്കെ, ആൻഡ് ആംഗിൾ. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതേപോലെ വരയ്ക്കാം. വോൾട്ടേജ് കോൺസ്റ്റാൻ്റ് ആയത് വോൾട്ടേജ് ഡാർക്ക് ലൈൻ റെപ്രസെൻറ്റ്സ് വോൾട്ടേജ്, ദാറ്റ് ഈസ് വോൾട്ടേജ്. ഓക്കെ, V0 സൈൻ ഒമേഗ ടി, ഇതാണ് വോൾട്ടേജ്. കറണ്ട് എന്ന് പറയുമ്പോൾ I0 സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 5/2 ആണ്. ഡോട്ട് ലൈൻ റെപ്രസെൻറ്റ്സ് കറണ്ടാണ്. അപ്പോൾ കറണ്ട് കുറവാണ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ കുറവെന്നാണ് വീടാം. ഇങ്ങനെ വരിക. ഇത് കറൻറ്റ് എന്ന കറണ്ട് I0 സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 5/2. ഇതാ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ്. അല്ലേ? ഡാർക്ക് ലൈൻ റെപ്രസെൻറ്റ്സ് വോൾട്ടേജ്. കറണ്ട് കുറവെന്ന് കാണിക്കാൻ വേണ്ടി ഇടാം. ഇവിടെ നമുക്ക് കൂടുതലാണ് ഇവിടെ. അല്ലേ? അപ്പോൾ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് അറ്റ് എ ഫേസ് ആംഗിൾ ഓഫ് 5/2. എ സി സർക്യൂട്ടിൽ ഇൻഡക്ടർ മാത്രം കണക്ട് ചെയ്താൽ എന്തായിരിക്കും? വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും കറണ്ട് എന്ന് ഈ ഫേസർ ഡയഗ്രത്തിൽ കൂടിയും ഇക്വേഷനിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വിശകലനം ചെയ്ത് നമ്മൾ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് പഠിച്ച് അതിൽ നമ്മൾ വോൾട്ടേജും കറണ്ടും സെയിം ആണെന്ന് പഠിച്ചു. ഇനി എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി പഠിച്ച് അതിൽ വോൾട്ടേജിനേക്കാൾ കറണ്ട് കൂടുതലാണെന്ന് പഠിച്ചു. അതാണ് കറണ്ട് ലീസ് ദി വോൾട്ടേജ് എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ നമ്മൾ പഠിച്ചത് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഓൺലി വോൾട്ടേജിനേക്കാൾ കറണ്ട് കുറവാണ്. അതാണ് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ്. അല്ലേ? ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഷോ ദാറ്റ് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് അറ്റ് എ ഫേസ് ആംഗിൾ ഓഫ് 5/2 എന്ന് ചോദിച്ചാൽ എന്താ? എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഓൺലി. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ടുകളാണ് ഇപ്പം പഠിച്ച എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലിയും എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലിയും എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ. ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 ഉണ്ട്. ഈ 3 പഠിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പബ്ലിക് എക്സാമിന് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വന്ന് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നല്ലോണം പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, പറഞ്ഞുതരാം. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത പാർട്ടിൽ കാണാവുന്നതാണ്. ഓക്കെ.